ബേർഡ് വാച്ചേഴ്സിൻ്റെ പറുദീസയായ തട്ടേക്കാടിലെ ഒരു ചെറിയ ട്രക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ബേർഡ് വാച്ചിങ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു 2 to 3 അവർ ഫോറസ്റ്റ് വാക്ക് പ്രോഗ്രാമാണിത്. രാവിലെ 7 മണിക്കാണ് ഈ വാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ലേറ്റായി പോയി. ആദ്യത്തെ ബാച്ചിലൊരു 4-5 പേര് ഓൾറെഡി പോയി. അപ്പോൾ നമുക്ക് വേണ്ടി ഒരു ഗൈഡ് വരും എന്നാണ് പറഞ്ഞത്. നമുക്കിവിടെ ബട്ടർഫ്ലൈ ഗാർഡനെ കണ്ടുകൊണ്ട് പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ബേർഡ് സാങ്ച്വറിയാണ് തട്ടേക്കാട്. 1983 സ്റ്റാർട്ട് ചെയ്ത ഈ സാങ്ച്വറിക്ക് 25 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആണുള്ളത്. പെരിയാർ നദിയുടെ തീരത്തുള്ള ഈ സാങ്ച്വറിയിൽ 270ഓളം ബേർഡ്സും 30-ന് മുകളിൽ മാമൽസും ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റാണ്. പബ്ലിക്കിന് എൻട്രി ഇല്ല. അപ്പോൾ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഹൈക്കിംഗ് പ്രോഗ്രാമോ എന്തെങ്കിലും എടുത്ത് വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പെർ ഹെഡ് 500 രൂപയാണ് ഈ പ്രോഗ്രാമിന് റേറ്റ് വരുന്നത്. ഇത് ഇന്ത്യൻ ഫ്ലൈയിങ് ലിസാർഡാണ്. വെസ്റ്റേൺ ഗട്ട്സിലാണ് മെയിനായിട്ട് ഇവരെ കണ്ടുവരുന്നത്. ഇവരുടെ സ്കിന്ന് ഇങ്ങനെ വിടർത്തിയിട്ട് ചിറക് പോലെ ആക്കി ഒരു മരത്തിൽ നിന്ന് വേറെ മരത്തിലേക്ക് ഗ്ലൈഡ് ചെയ്ത് പോകാൻ സാധിക്കും. പുള്ളിക്ക് പറക്കാനൊരു മൂഡില്ലാന്ന് തോന്നുന്നു. നമുക്കേതായാലും പറക്കുന്ന ആ കാഴ്ച കാണാൻ സാധിച്ചില്ല. നെഫിലിയ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെലന്തയാണിത്. ഈ സ്പൈഡേഴ്സിൻ്റെ ഫീമെയിൽസിനെ വെച്ച് നോക്കുമ്പോൾ മെയിൽസ് തീരെ ചെറുതാണ്. അതുപോലെ മേറ്റിംഗ് കഴിയുമ്പോൾ ചില ഫീമെയിൽസ് മെയിൽസിനെ കഴിക്കും എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഇതാണ് തീക്കുരുവി, മലബാർ ട്രോജൻ ബേർഡ്. ഇതേപോലെ എല്ലാ ബേർഡ്സിന്റെ ഡീറ്റെയിൽസും ഗൈഡ് നന്നായിട്ട് പറഞ്ഞു തന്നു. പക്ഷെ കുറെയെല്ലാം നമ്മൾ മറന്നുപോയി. ഇതാണ് ബ്ലാക്ക് ബസ. ഇതല്പം റയർ ആയിട്ടുള്ള ഒരു ബേർഡാണ്. ചൈനയിലും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ഒക്കെയാണ് മെയിനായിട്ട് ഇവരെ കാണാറ്. ഇവർ തട്ടേക്കാടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരാറുണ്ട്. ഇതിന് മുന്നത്തെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഈ ബ്ലാക്ക് ബസ്സേനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മൾ കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറി നോക്കുവാണ്. ഇവിടെ ഈ ലേക്കിൻ്റെ സൈഡിൽ ആനയും വേറെ അനിമൽസൊക്കെ വെള്ളം കുടിക്കാനായിട്ട് സ്ഥിരം വരാറുണ്ട്. ഇത് ആനയുടെ കാൽപ്പാടാണ്. ഇന്നലെ രാത്രിയോ ഇന്ന് രാവിലെ എപ്പോഴെങ്കിലും വെള്ളം കുടിക്കാനായിട്ട് വന്നതായിരിക്കും. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. നല്ല ഈർപ്പമുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ അട്ടകളുണ്ട്. അട്ടയുടെ കടി കൊള്ളാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറഞ്ഞാൽ ലീച്ച് സോക്സ് ഇടുന്നതാണ്. അർച്ചന ഇട്ടിരിക്കുന്ന ആ പച്ച സംഭവം കണ്ടില്ലേ, അതാണ് ലീച്ച് സോക്സ്. അതുണ്ടെങ്കിൽ ഒരു അട്ട പോലും നമ്മളെ കടിക്കില്ല. ഈ ലീച്ചസിന് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മൂവ്മെൻറ്റ്സും ഒക്കെ സെൻസ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ കുറച്ചു നേരം നിന്നപ്പോഴേക്കും ചുറ്റുമുള്ള ലീച്ചസും ഒക്കെ അത് സെൻസ് ചെയ്തിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇനി അധികം നേരം നിന്നാൽ ശരിയാവില്ല. അട്ടകളെ ഇഷ്ടമല്ലാത്തവരും പേടിയുള്ളവരും ഒക്കെ ധാരാളം ഉണ്ട്. അപ്പോൾ അട്ട കടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സാനിറ്റൈസറോ അല്ലെങ്കിൽ ഡെറ്റോൾ ഡൈല്യൂട്ട് ചെയ്തോ ഒഴിച്ചാൽ മതി, പൊക്കോളും. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിലെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു പക്ഷിയുണ്ട്. നമ്മൾ കുറച്ച് നേരമായിട്ട് ഈ ബേർഡിനെ തപ്പി നടക്കുമായിരുന്നു. ഇതാണ് മാക്കാച്ചി കാട അല്ലെങ്കിൽ ശ്രീലങ്ക ഫ്രോഗ് മൗത്ത്. അനങ്ങാതെ ഒരേ ഇരിപ്പിരിക്കുന്നവനെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇവനെ കണ്ടു കഴിഞ്ഞാൽ പക്ഷിയാണെന്ന് തോന്നില്ല, ഉണങ്ങിയ ഒരു ഇലയാണെന്ന് നമുക്ക് തോന്നുള്ളൂ. കുറേ അധികം ബേർഡ്സിനെ ഈ ചെറിയ ട്രക്കിങ്ങിൽ കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തെ കാഴ്ചകളുമായി കാണാം. ബൈ ഫ്രം പ്രശാന്ത് ആൻഡ് അർച്ചന.